ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ മട്ടരി ഉണ്ടോ? എങ്കിൽ ഇതാ മട്ടരിയും കൊണ്ട് നല്ല സിമ്പിളായിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മട്ടരി ഉണ്ടെങ്കിൽ ഇനി മുതൽ കടയിൽ നിന്ന് പുട്ടുപൊടി വാങ്ങേണ്ട ആവശ്യമില്ല. മായം കലർത്താത്ത പുട്ടുപൊടി ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 2 ഗ്ലാസ് മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. മട്ടരിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടായിരിക്കും. ആദ്യം തന്നെ ഇത് 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകി ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. അഥവാ അത്ര ടൈം നമുക്ക് നേരം കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല തിളച്ച ചൂട് വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ ഇട്ട് വെച്ചാലും മതി. ഞാനിത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഇത് രാവിലെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് രാവിലെ ഒന്നും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടയുള്ള പാത്രത്തിലേക്കോ ആക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് അതുപോലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുക. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാറുണ്ടല്ലോ, അതിൻ്റെ ഒരു ആവശ്യം ഇതിനില്ല. അങ്ങനെ 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ അതിൽ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ ചെറിയ ജാറിലേക്ക് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ചെറിയ ജാർ തന്നെ യൂസ് ചെയ്യണം, എങ്കിലേ പെർഫെക്റ്റ് പുട്ടുപൊടി പോലെ ആയി വരുള്ളൂ. കുറച്ച് അരി ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു 2 പിടി മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മട്ടരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുട്ടുപൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കൂടി പോകരുത്. മട്ടരിയിൽ തന്നെ ലേശം ഉപ്പുണ്ടാവും. നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. പുട്ടിലേക്ക് ആവശ്യമായ തേങ്ങയും ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുട്ടും കുറ്റിയിലിട്ടിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഞാൻ 2 ലെയറാക്കിയിട്ടാണ് ഇടുന്നത്. ആദ്യം ലേശം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നീട് പുട്ടുപൊടി ഇട്ട് കൊടുത്തു, വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു. നടുഭാഗമൊക്കെ എത്തിയപ്പം വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടിന് നല്ലതുപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. നല്ലതുപോലെ ആവിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ പുട്ടും കുറ്റിയിൽ നിന്ന് എടുക്കണം. പുട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂട് പുട്ട്. ഇതിലേക്ക് നല്ല ചെറുപയർ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടവും ചെറുപയറൊക്കെ കൂട്ടിയിട്ടും നല്ലതുപോലെ കുഴച്ച് കഴിക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിക്കാരും. ഞാനിന്നിവിടെ ചെറുപയം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇതുപോലെ നമ്മുടെ വീട്ടിലെ മട്ടരി ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് you.